വേണ്ട, ഇതിൻ്റെ ടേസ്റ്റ് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ നീ എന്നെ ഇടിച്ച ഇടി, അത് ഞാൻ തിരിച്ചു തരും. ഇപ്പോഴല്ല, പിന്നെ കാണാം. പോട്രാ. ഒരു കോട്ടുവാ പ്രണയം എൻ്റെ കൂടെ വന്നു, ഈ കാറ്റിൽ നിശ്വാസമായി അലിഞ്ഞു. എന്തു പറ്റി? ഓ, വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയതാ. എന്തേലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. പിടിക്കണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഫോൺ കാണുന്നില്ല എൻ്റെ. ഫോണോ? തെറിച്ചെങ്ങാനും പോയോ? അറിയത്തില്ല. നമ്പർ പറയാവോ? ഞാനേ കോൾ ചെയ്യാം. 27 89 70. എന്തേലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. ഫോൺ പൊട്ടിയോ? അയ്യോ. ഇല്ല, അത് നേരത്തെ പൊട്ടിയതായിരുന്നു. ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ പോവാം കേട്ടോ. വേണ്ട ചേട്ടാ. ശരി. താങ്ക്സ്. ഓ, ശരി എന്നാ. ശരി എന്നാ. ഹലോ. ഹലോ, ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? ഇതിലൊരു മിസ് കോൾ എടുക്കുന്ന കണ്ടായിരുന്നു. അയ്യോ, ഇതാരാ ഇത്? ഞാൻ അഖിലയാ. അയ്യോ, ഞാനേ നേരത്തെ ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ആ ഫോൺ എടുക്കാൻ വേണ്ടി കോൾ ചെയ്തില്ലായിരുന്നു. അയ്യോ, സോറി ചേട്ടാ, ഞാനേ നമ്പർ സേവ് ചെയ്യാത്തോണ്ടേ മനസ്സിലായില്ല. ശരി ശരി. ഇനിയിപ്പോ സേവ് ചെയ്തോ കേട്ടോ. പേര് വിഷ്ണു എന്നാണേ. ചെയ്തേക്കാം. ശരി, ഓക്കെ. ശരി ശരി. ഒരു കോട്ടുവാ പ്രണയം എൻ്റെ കൂടെ വന്നു, ഈ കാറ്റിൽ നിശ്വാസമായി അലിഞ്ഞു നെഞ്ചിൽ, ശ്വാസമേ നീ എൻ നെഞ്ചിൽ, ശ്വാസമേ. ഇത് തന്നെ. പോടാ. നിനക്ക് ചേരൂടാ. പോടാ, ചുമ്മാരി. മറ്റേ വായിക്കോട്ട. നമുക്കൊരു ഷർട്ട് എടുക്കാം. വാ. അടിപൊളി. സൂപ്പർ. കൊള്ളാവോ? കുതിരയുടെ പടമൊക്കെ ഉണ്ടോ? വേണ്ട, കൊള്ളത്തില്ല. വേറെ അറിയാതെ നിൻ കണ്ണുകൾ തെളിയുന്ന നേരം കനവിലാ ഒരു കവിതയാ, നിനയാതെ നിൻ പുഞ്ചിരി അലിവോടെ എന്നിൽ പ്രണയമായി ശലഭമായി. ഇഷ്ടപ്പെടും. എടാ, നീ ഷർട്ട് എടുക്കാൻ തന്നെ ആണോടാ വന്നേ? ഇതാരെങ്കിലും മേടിക്കോടാ? എന്തോന്നു? എടാ, ഞാനേ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാണേ. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാവേ. ശരി.
16-നും 24-നും ഇടയിലുള്ള 152 പ്രദേശങ്ങളും കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. പേരെന്താ? വിഷ്ണു. വയസ്സ്? 28. എന്ത് കൊളസ്ട്രോൾ ടെസ്റ്റാ? കൊളസ്ട്രോൾ കൊളസ്ട്രോൾ 70 രൂപ. പ്രതീക്ഷിച്ച വേഗതയിൽ കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കണക്കുകളും വ്യക്തമാക്കുന്നത്. പ്രജിത്ത്. വ്യക്തമാണ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 1905 പേർക്കാണ് സംസ്ഥാനത്ത് COVID-19 സ്ഥിരീകരിച്ചത്. അയച്ചിട്ടുണ്ടേ. ശരി. എവിടെ ഇത്? ദേ അവിടെ കൊടുത്തിട്ട് ബ്ലഡ് ആ എടുക്കാം. ശരി. അലക്സ് റിപ്പോർട്ട് ചെയ്തു. വിഷ്ണു അല്ലേ? ആ കൈ ഇങ്ങോട്ട് വെച്ചോ. വേദന എടുക്കൂ. ഇല്ല, പതുക്കെ കുത്തണേ. സംസ്ഥാനത്ത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ 1905 ഉള്ളൂ. പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. അലക്സ് റാം ഒരു കൂട്ടുവാ പ്രണയം ഞാൻ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ. വേദന എടുത്തില്ലല്ലോ. എന്റെ കൂടെ വന്നു മടക്കി വെച്ചോ. ഈ കാറ്റിൽ നിശ്വാസമായി ഇത് പോന്നില്ലേ? താൻ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. ഓഹോ, എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല. ഞാൻ എന്നാ പോയിട്ട് വൈകിട്ട് വരാം റിസൾട്ട് വാങ്ങിക്കാൻ. വേണമെന്നില്ല, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞോളൂ. അല്ല എൻ്റെ നമ്പർ ഉണ്ടല്ലോ, വിളിക്കാം. വേണ്ടെന്നേ, ഇവിടെ നമ്പർ ഉണ്ടല്ലോ, വിളിച്ചു പറഞ്ഞേക്കാം. ആ ശരി. ശരി എന്നാ. ആ ശരി. വിളിച്ചാൽ മതി. ആ പ്രവർത്തകർക്ക് വീതവും കോവിഡ് ബാധ ശരി എന്നാ. സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്നത് 25,600 ദേ ഇതൂടുണ്ടേ. ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. എടി ഇങ്ങോട്ടോ, ഞാൻ വിളിച്ചേക്കാം. വിഷ്ണുവിന്റെ അല്ലേ? നിയന്ത്രണങ്ങളിലേക്ക് ആ വന്ന എന്താ ഒരു ചുറ്റിക്കളി? ഒന്ന് പോടി ഇടുന്നു. നിന്റെ ഫോൺ ഇങ്ങോട്ട് വന്നേ. ദേ ഇരിക്കുന്നു. 545 പ്രദേശങ്ങളും 16-നും 24-നും ഇടയിലുള്ള 152 പ്രദേശങ്ങളും 24-ന് മുകളിൽ GPR-ള്ള 24 തദ്ദേശ പ്രദേശങ്ങളും സംസ്ഥാനത്തുണ്ട് എന്ന് ആരോഗ്യവകുപ്പിന്റെ ഹലോ, ലാബിന്നാണേ. വിഷ്ണു ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഷോപ്പിലാ. താനൊന്ന് ലാബ് വരെ അർജന്റായിട്ട് വരുവോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അയ്യോ എന്തു പറ്റി? ആ, തനിക്കേ ചെറിയൊരു പഞ്ചസാരയുടെ അസുഖമുണ്ട്. അയ്യോ ഷുഗറോ? എനിക്കോ? തന്റെ ബ്ലഡിലല്ല ഷുഗർ, തന്റെ സ്വഭാവത്തിലാ. ഓഹോ, താനായിരുന്നു. ആ, ഇനി അതും പറഞ്ഞ് ഇങ്ങോട്ട് വരാനും നിൽക്കണ്ട. റിസൾട്ട് ഞാൻ ആ വാട്സ്ആപ്പ് ചെയ്തേക്കാം. ശരി ശരി, ഓക്കെ ഓക്കെ, വാട്സപ്പ് ചെയ്തോ. ഓക്കെ ഡോ. ആ ശരി. ആ. COVID-19 സ്ഥിരീകരിച്ചത് 10.49% ഇന്നലെ ഫോൺ. TPR എന്നും അലക്സ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ആദ്യം അങ്ങ് പേടിച്ചു പോയി. 99,591 പേരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 2 ദിവസവും ഈ കണക്ക് 1 ലക്ഷത്തിലേക്ക് പോയിരുന്നു. ആ, ഷുഗർ ഇനി കൂട്ടാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പോ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി കൂടുതലാ ഷുഗർ. ഇതിന് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ DPPക്ക് ആര് വരച്ചതാ? ഞാൻ വരച്ചതാ. എന്തേ? ഇതുപോലെ ഒരെണ്ണം എനിക്ക് വരച്ചു തരാമോ? തരാമല്ലോ. പിക്ക് അയക്കാവോ? ആ, വെയിറ്റ് നോക്കട്ടെ. ഓക്കെ. വാവ്, ക്യൂട്ടാണല്ലോ. രോഗബാധിതരുടെ എണ്ണത്തിലുണ്ടായ കുറവും ഇതുമൂലം തന്നെയാണെന്ന് പോസിറ്റിവിറ്റി നിരക്ക് മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹലോ, എവിടെ പോയി? കൂയി. നമ്പർ രോഗപ്രതിദിന ബാധിതരുടെ കണക്ക് വന്നിട്ട് പോലും GPR-ൽ വ്യത്യാസമില്ല. എടി, നാളെ നീ എൻ്റെ കൂടെ ഒരിടം വരെ വരാവോ? അയ്യോ നാളെയോ? നാളെ നീ പോലും ഇല്ല. പിന്നെ ഞാനും കൂടെ ഓഫായ സാറ് വഴക്ക് പറയില്ലേ? ശ്ശോ, ഇനി എന്ത് ചെയ്യും? കൊല്ലം 1115, എറണാകുളം 1103, മലപ്പുറവും ഡോ, പാലക്കാട് 1010, ഒരു ഹെൽപ്പ് ചെയ്യുവോ? കോട്ടയം 428. ഹലോ. ഹലോ, എന്ത് പറ്റിയടോ? നാളെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു, പത്തനംതിട്ടയിൽ വെച്ച്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോവാന്നാ പ്ലാൻ ചെയ്ത്. പക്ഷെ രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലറിഞ്ഞു, ആകെ പ്രശ്നമായി. ഇപ്പൊ വരാന്ന് പറഞ്ഞവരെല്ലാം കാല് മാറി. നല്ല കൂട്ടുകാരാണല്ലോടോ. ചേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാളെ എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? അവനാണെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാനും കൂടെ ചെന്നില്ലെങ്കിൽ അവന് വിഷമാവും. എന്തായാലും തന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടി ഞാൻ ആവുന്നില്ല. തന്നെ എന്തായാലും ഞാൻ കൊണ്ടുപോവാ. പോരെ? ആണോ? താങ്ക്സ് ചേട്ടായി. എടോ, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കാൻ ഒരു ഭാഗ്യമൊക്കെ വേണ്ടേ? പിന്നെ 11 മണിക്കാ കല്യാണം. 10 മണിക്കെങ്കിലും നമുക്ക് അവിടെ ചെല്ലണം. ആ
ആണോ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം. ആ അതെ അതെ. താൻ എവിടെ നിൽക്കും? ഞാൻ കവലയിൽ നിൽക്കാം. കവലയിൽ. ആ, കവലയിൽ മതി, അതാ എളുപ്പം. എടോ പിന്നെ ആ പറഞ്ഞു. തനിക്ക് എൻ്റെ കൂടെ ബൈക്ക് വരാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കാർ വല്ലതും എടുക്കണോ? വേണ്ട ചേട്ടാ, ബൈക്കിൽ വരാം, കുഴപ്പമില്ല. ശരിയടോ. ഓക്കെ ചേട്ടായി, അപ്പോൾ ശരി, നാളെ കാണാം. സോറിയടോ, കുറച്ച് ലേറ്റായി. വാ കയറിക്കും. ഇതാ ഷർട്ടല്ലേ? ആ അതെ, നന്നായിട്ടുണ്ട്. ഞാനേ ആ ഇന്നലെ ഉറങ്ങാൻ ഒരുപാട് വൈകി. എന്തു പറ്റി? ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് താൻ പറയുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ജോലിയൊക്കെ ഒതുക്കാൻ കുറെ ഓ താമസിച്ചു. താമസിച്ചു. ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതാന്ന് തോന്നുന്നു കേട്ടോ. നിർത്തിക്കാ. ഇതോ? അവനിവിടെ നിൽപ്പുണ്ട്. ചേട്ടൻ വരുന്നില്ലേ? ഇല്ല, വരുന്നില്ല. താൻ പോയിട്ട് വാ. ശരി, ഞാൻ പെട്ടെന്ന് പോയിട്ട് ശരി. വരാം. ഓക്കെ അല്ലേ? അയ്യോ ദേണ്ടാ, ദാ, എന്തുകൊണ്ട് താൻ വരുമെന്ന് വിചാരിച്ചില്ലേ കേട്ടോ. വരാതിരിക്കാൻ വന്നതിൽ ഒത്തിരി പറ്റുമോ? സന്തോഷം. നിന്റെ പെണ്ണിനെ ഒന്ന് ആ ചെല്ലു, പരിചയപ്പെട്ടെ. പരിചയപ്പെടും. ഹായ്, ഫോട്ടോയിൽ കണ്ടുകൂടല സുന്ദരിയാണല്ലോ. പൊളിക്കല്ലടാ. അവര് പറ്റിയ പെണ്ണ് തന്നെ. ആ മുടിയൊക്കെ ഒതുക്ക്. ആ മുഹൂർത്തമായിട്ടോ. ആ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എടാ തിരിച്ചേറാ ഫോട്ടോ. ആ ആ അങ്ങനെ സെൽഫി. ഹാപ്പി കൺഗ്രാറ്റ്സ്. ഹലോ, മൂക്കിൽ കൂടെ പുക വിടാൻ അറിയാവോ? എന്ത്? ഇവിടെ ചോദിച്ചാൽ മതി. എന്താണ്? നന്നായിട്ട് പഠിപ്പിക്കും. നിങ്ങളുടെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അതിടുന്നില്ലേ? ആരാ അത്? അറിയുന്ന ആളാണോ? എനിക്ക് മനസ്സിലായില്ല. പിന്നെ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞതോ? നിങ്ങളുടെ കൂട്ടുകാരിയുടെ പുതിയ കമ്പനിക്കാരനായിരിക്കും. ഇവിടെ പൗഡർ അറിയില്ലേ? ഇങ്ങതാ, ഞാൻ കാണിച്ചുതരാം. ശരി എന്നാ പോവാ, ബൈ. ശരിയടാ, കാണാം. വരാൻ പറ്റും വിചാരിച്ചല്ല, എല്ലാം മംഗളമായിട്ട് വന്നതിൽ നടന്നു. ഒത്തിരി സന്തോഷം. ശരിയടാ. പോവാം. ആ പോവാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടായിക്ക് അവളെ അറിയാവോ? വാ കയറ്. ഏ? എന്താ നോക്കുന്നേ? അവള് കുറച്ചാൾ ഇതുപോലെ എൻ്റെ പുറകെ ഇതുപോലെ കൈവച്ചിരുന്നതാ. ഓ ആ, എന്നിട്ട്? എന്നിട്ടെന്താ, ആസ് യൂഷ്വൽ. ഓ പോട്ടെ, സാരമില്ല. പോവാം. എന്തു പറ്റി മിണ്ടാതിരിക്കുന്നേ? പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുവാണോ? ഹേ അല്ലടോ. എന്തുവാണേലും വരച്ചു തരാന്ന് പറഞ്ഞ ഫോട്ടോ പെട്ടെന്ന് വരച്ചു തരണം കേട്ടല്ലോ. ഇറങ്ങ് ഇറങ്ങ്. എന്താ ഫോട്ടോ ഇപ്പൊ തരട്ടെ? ഇപ്പോഴോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. നോക്കി. ഇതാണോ ഫോട്ടോ? തുറന്നു നോക്ക്. ഇതെന്തുവാ? തുറന്നു നോക്ക്. നിന്റെ മന്ദഹാസം തടവിലാക്കി വീണു കോട്ടോ ഒന്നിട്ടേ കാണട്ടെ. ഇവിടെ വെച്ചോ? ഇടടോ. കനവുകൾക്കുള്ളിൽ പ്രേമമായി നീ നിലവുകൾക്കുള്ളിൽ
തുറന്നു നോക്കി, തുറന്നു നോക്ക്. ഇപ്പുറത്ത് സ്വപ്ന സുഗന്ധം പരത്തുന്നു, സ്വപ്ന സുഗന്ധം പരത്തുന്നു, നിശാഗന്ധിയായി നീ പ്രണയമേ പ്രണയമേ പ്രണയമേ. അയ്യോ ഞാൻ മറന്നു. നാളെ കാണണം എനിക്ക് തന്നെ. വരുമോ? അയ്യോ പ്ലീസ് പെട്ടെന്ന് അങ്ങ് പോവാം. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. പ്ലീസ്. ഓക്കെ ചേട്ടായി. ചേട്ടായി ഏ എനിക്കിതിന്റെ മണം ഇഷ്ടമെന്ന് അറിയത്തില്ലേ? നീ കളയരുത്. ശേ, എന്ത് പണിയാടി നീ കാണിച്ചേ? ആ പോട്ടെ, നിനക്കിഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ നിർത്തിയേക്കാം. ആണോ? ആ. സത്യം. പക്ഷെ എനിക്ക് എന്ത് തരും? ഒരു ഗിഫ്റ്റ് തരട്ടെ? തരുമോ? എന്നാ വേഗം എന്താ? ആ തരട്ടെ. കണ്ണടയ്ക്ക്. കണ്ണടയ്ക്കണോ? ഉം. വേഗം താ. തരാം. ആരേലും വരുന്നതിന് മുമ്പ് താ. കൈ കാണിച്ചു. കയ്യോ? ഏ ഇതാണോ തുറന്നു ഗിഫ്റ്റ്? നോക്ക്. റെയ്ബാനോ? ആ കൊള്ളാമല്ലോ. ഒന്ന് വെച്ചേ. സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഓട്ടക്കാലിനൊക്കെ വിലയുണ്ടെന്ന് കടുവാച്ചാക്കൊക്കെ നീ കാണിച്ചു കൊടുത്തു. പകരം നിനക്ക് എന്ത് വേണം? ഏ അശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. കുഞ്ഞൂസേ, അന്നത്തെ കോട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോടി? ചേട്ടായി മിസ് ചെയ്യുമ്പോ കോട്ടയം എപ്പോഴും എടുത്തിടും. ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. എത്ര നാളായിട്ട് പറയാം നമുക്കൊന്ന് കറങ്ങാൻ പോവാന്ന്? വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാ. ഒരു സിനിമയ്ക്കെങ്കിലും വാ. വേണ്ട, ഞാൻ എത്ര വട്ടം പറഞ്ഞേ വേണ്ടെന്ന്. എത്ര പറഞ്ഞാലും ആ മനസ്സിലാവില്ല. എന്നാ വേണ്ട. ശരി എന്നാ. എന്തു പറ്റി? ഓ, ഇന്നത്തെ മൂടങ്ങ് പോയി. ചേട്ടായി മിസ് യു. മിസ് യു. ബൈ. ഓക്കെ. ഹലോ. ഹലോ ചേട്ടായി. പിന്നെ എനിക്ക് പി ജിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമോ ചേട്ടായി? അതുകൊണ്ട് കുറച്ച് വിളിയൊക്കെ കുറയ്ക്കുക. അമ്മ ഭയങ്കര സീനാണ്. പഠിച്ച് വലിയ ജോലിയായി കഴിയുമ്പോഴത്തേക്ക് എന്നെ വേണ്ടാതാവൂടെ? ഡേ ചേട്ടായി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. പോട്ടെ, കുഴപ്പമില്ല. നീ പോയി പഠിച്ചോടി. ഓക്കെ ചേട്ടായി. പിന്നെ ആ നീ എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. മിസ് ചേട്ടായി. അല്ല, പോവാണോ? പിന്നെ പോവാതെ? മിസ്സിങ് മാറ്റിയിട്ട് പോടോ. പ്ലീസ് പ്ലീസ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റൂ. പ്ലീസ്. താങ്ക് യു. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കണം കേട്ടോ. ഇങ്ങോട്ട് വന്നേ. ആ ചേട്ടായി, ഇത്ര അമ്മ പറഞ്ഞാലും വരുന്നുണ്ട്. മനസ്സിലാക്കില്ല. ശരി. കുഞ്ഞൂസേ, എനിക്ക് പറ്റുന്നില്ല ചേട്ടായി. എടാ എപ്പോൾ കോൾ വന്നാലും നീയാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആണോ? ശരിക്കും? ആ ശരിക്കും മിസ് ചെയ്തോ? ശരിക്കും മിസ് ചെയ്തു. എന്നാൽ ആ മിസ്സിങ് അങ്ങ് മാറ്റിയാലോ? അതെങ്ങനെ? അമ്മാവനെ ഇന്ന് വൈകിട്ട് ചെന്നൈക്ക് പോവാ. ചേട്ടായി എന്നെ കാണാൻ വരുമോ? എപ്പോ? രാത്രിയില്. ആ ഓക്കേ. യ്യോ. അമ്മ ഉറങ്ങിയിട്ടില്ല. ചേട്ടൻ എന്താ വിളിക്കാഞ്ഞേ? ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ആദ്യമായിട്ടല്ലേ നിന്നെ ഇങ്ങനെ കാണുന്നേ?
ഇങ്ങനെ പുറത്ത് നിന്ന് മിസ്സിങ് മാറ്റം വന്നതാണോ? അടുക്കള കഥവ് ഞാൻ കുറ്റിയിട്ടിട്ടില്ല. ഇവിടെ എന്തോടി ഒരു പെയിന്റിന്റെ മണം? അത് അമ്മാവൻ ആ ജനലിനടിച്ചതാ. നീ വന്നേ. ചേട്ടാ ഇന്ന് വലിച്ചല്ലേ? ഇല്ല. ചേട്ടോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്ന്? നീ എന്ത് പണി കാണിച്ചേ? രാവിലെ തൊട്ട് എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നറിയോ? എന്താടാ? നീ വിഷമിക്കരുത്. ആ എടാ മറ്റേ അവിടെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയുന്ന കേട്ടല്ലോടാ. ആട്ടെ ഡാ നിന്റെ മറ്റേ കൊച്ചിന്റെ. പോളാ, ഞാൻ ഇന്നലെ കൂടെ അവളെ. ആണടാ? ഏ? ആ പിന്നെ എനിക്ക് PGയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമോ ചേട്ടായി? അതുകൊണ്ട് കുറച്ച് വെളിയൊക്കെ കുറയ്ക്കുക. നാളെ ചെറുക്കനൊക്കെ വരുന്നതാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മ വരുന്നുണ്ട്, വെക്കുവാണേ. ശരി. അമ്മാവനെ ഇന്ന് വൈകിട്ട് ചെന്നൈക്ക് പോവാ. ചേട്ടായി എന്നെ കാണാൻ വരുമോ? അത് അമ്മാവൻ ആ ജനലിനടിച്ചതാ. കുഞ്ഞൂസേ, ചേട്ടൻ അറിഞ്ഞല്ല സത്യമാ. നീ എന്തോ പറയുന്നേ? അപ്പൊ പിന്നെ ഞാനോ? നമ്മൾ ആദ്യമായി കണ്ടത് ഓർക്കുന്നുണ്ടോ? സത്യത്തിൽ ഞാൻ ചേട്ടനെ അല്ല നോക്കിയത്. പിന്നെ എന്റെ ഫസ്റ്റ് ലവ് രാഹുലിനെയാ. രാഹുലോ? അതാരാ? അന്ന് ഞാൻ നോക്കിയത് സത്യത്തിൽ ചേട്ടനെ അല്ല, രാഹുലിനെയാ. രാഹുൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അവിടെ വന്നത്. പക്ഷേ രാഹുലേ, രാഹുലേ പ്ലീസ്. ഹലോ, ഫോൺ വിളിച്ചെന്താ എടുക്കാത്തെ? എത്ര ദിവസം കൊണ്ട് എടുത്ത് വിളിക്കുക? വണ്ടി എടുത്ത് മാറ്റി. എനിക്ക് കാര്യം പറ്റത്തുള്ളൂ. പറ്റത്തില്ല, എടി എനിക്ക് എന്നോട് സംസാരിക്കില്ല. പറ്റത്തില്ല. വണ്ടി എടുത്ത് മാറ്റി. എന്നെ ഇടിച്ചിട്ട് പോക്കോ അങ്ങനെയാണെങ്കിൽ. അങ്ങനെയായിരുന്നു നമ്മൾ തമ്മിൽ അടുത്തത്. ശരിക്കും അവനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മറന്നത് ചേട്ടൻ കാരണമാണ്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം എപ്പോഴോ ഞാൻ പോലും അറിയാതെ വളർന്നു. അങ്ങനെയാ അവസാനം ഇതുവരെ എത്തിയത്. പിന്നെ രാഹുലിന് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛനുമായിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചു. സത്യത്തിൽ അവൻ എന്നെ ഒഴിവാക്കിയതല്ലായിരുന്നു, എൻ്റെ ഭാവിയെ കരുതി മാറി നിന്നതാ. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയായി. പിന്നെ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഫസ്റ്റ് ലവ് നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ലല്ലോ ചേട്ടാ. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. എല്ലാം പറഞ്ഞോണ്ട് പിന്നെ എന്തിനാടി എന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയേ? അത് പിന്നെ ചേട്ടാ, നമുക്ക് രണ്ടുപേർക്കും ഒരു നഷ്ടബോധം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയ. നഷ്ടബോധം? ശരി, എന്തായാലും നീ പോയി സുഖമായിട്ട് ജീവിക്കേ. പിന്നെ ഫസ്റ്റ് ലവ് ആണേലും സെക്കൻഡ് ലവ് ആണേലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് അത് വലുതാ. പിന്നെ ഞാൻ ചേട്ടൻ ആ ഫോട്ടോസൊക്കെ അയച്ചത് ചേട്ടനോടുള്ളൊരു വിശ്വാസം കൊണ്ടാ. ആ വിശ്വാസം എന്നും ഉണ്ടാവണം. വിശ്വാസം. നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ വിളിക്കാൻ മറക്കണ്ട. ഗുഡ് ബൈ. നീ എന്തോ ആക്കുമല്ലോ പണി കൊടുക്കാൻ പോണോ? ഹേയ് അല്ലടാ, അവൾ എന്നോടങ്ങനെ ചെയ്തെങ്കിലും ഞാൻ അവളോട് തിരിച്ചങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ. എനിക്ക് രണ്ടെണ്ണം അടിക്കണം അവിടെ. അടിച്ച് നമുക്കെല്ലാം ഒന്ന് മറക്കണം. സാധനം ഒപ്പിക്കാം. വൈകിട്ടത്തേക്ക് സെറ്റ് ചെയ്യ്. നോക്കടാ. എടാ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കുടിച്ച കള്ളില് പോലും ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാ പെണ്ണുങ്ങളും അങ്ങനല്ല. അവള് അത് മതി. അവന് കയറി കൊണ്ടല്ലോ. ദേ നീ എന്താ ഇതുപോലെ ഫുള്ള് വാങ്ങിച്ചു വെച്ചോ കേട്ടല്ലോ. അവളുടെ വീട്ടിൽ ചെന്നിട്ട് പോലും അവളൊന്നും പറഞ്ഞില്ല. ആറ് വീട്ടിൽ ഇത്രയും നാള് തൊട്ട് നക്കാനൊരു അച്ചാറ് പോലും തരാത്തവള് ഇന്നലെ വീട്ടിൽ വിളിച്ച് നല്ല വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പി തന്നു. അവളെല്ലാം മടക്കി എന്നെ മൂഞ്ചിച്ചിട്ട് പോയി. നശിപ്പിച്ച്
ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയത്തില്ല. എന്നാലും ചോദിക്കുക. അയ്യാ അവിടെ മറ്റേ ഫോട്ടോ വല്ലതും ഉണ്ടോ? നേക്കഡ്. ഉണ്ടോ? ഉണ്ടാ ഫോട്ടോ ഉണ്ടാ? ഞങ്ങളെ കൂടെ ഒന്ന് കാണിക്കണ. അവൾ എന്തായാലും പോയി. ഇല്ലടാ എന്തോ ഒന്നുമില്ല. അവളെന്നെ പിടിച്ചേ. എന്നെ നീ കുടിപ്പിച്ച് എന്നെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിക്കണ്ട. ഇല്ലടാ ഇല്ലടാ. എടാ എരെ സംരക്ഷിക്കണം. ഓ നീ ഇത്രയൊക്കെ ആദർശം കാണിച്ചിട്ടേ നാളെ ഫോൺ കേടാകുമ്പോ മൊബൈൽ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമ്പോ ഉണ്ടല്ലോ അമ്മമാരത് വൈറലാക്കും. എടാ എനിക്ക് കളയാൻ വയ്യടാ. എനിക്കിനി കാണാൻ വേറെ മാർഗമൊന്നുമില്ലടാ. അവളൊന്നുമില്ല നാളെ ഇനിയും വേറെ ഇതിന്റെ സ്വന്തമാകാൻ പോവാ. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ മെയിലോട്ടെല്ലാം അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതൊക്കെ ഫോണിൽ എടാ എന്റെ മെയിലിടാനൊന്നും പറ്റത്തില്ല. അത് ഷോപ്പിലൊക്കെ ഓണാക്കി ഇട്ടേക്കുക. പുതിയൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കി. അത് കൊള്ളാം. ഞാൻ പുതിയൊരു മെയിൽ ഐ ഡി അപ്പൊ തുടങ്ങാം. ഏത് മെയിൽ ഐ ഡി തുടങ്ങാടാ? ഞാനൊന്നും പറയാം. പറ. vincentgomez@gmail.com. അത് കൊള്ളാം. ലാലേട്ടനെ എനിക്ക് വിശ്വാസം. ഫസ്റ്റ് നെയിം വിൻസെന്റ്. ശരിയാ. ലാസ്റ്റ് നെയിം GOMEZ. വളരെ വളരെ ശരിയാണ്. 2255 എന്നിടാ. എന്താ കറക്റ്റ്. മെയിൽ ഐ ഡി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. എടാ എനിക്ക് ഒരെണ്ണം കൂടെ ഒഴിക്കടാ. എടാ എനിക്ക് ഇന്ന് അടിച്ചങ്ങ് മരിക്കണം. എങ്കിൽ നീ നീ അയച്ചാ? നീ അയച്ചോടാ? ഇല്ല അയക്കാം. അയക്കി. വെള്ളം വേണ്ട. അടപ്പം പോയി. അയച്ചോടാ? അയക്കുവാടാ. എടാ അയക്കുന്നില്ല. ഞങ്ങളെ കൂടെ ഇല്ലടാ. ഇല്ല ഇല്ല. ഞാൻ കാണിക്കടാ. ഇല്ല. അവൾ എന്നെ വിശ്വസിച്ച് തന്നിട്ടുള്ളതാണെങ്കിൽ അവൾ എന്നോട് ചെയ്തതുപോലെ ഞാൻ പക്ഷെ അവളോട് ചെയ്യത്തില്ല. പിടിച്ചേ. ഒന്നടിച്ചേ. അവനെപ്പോഴും അവളോടുള്ള വിശ്വാസം വരുന്നു. ആയിക്കോട്ടെ. അയച്ചടാ. അണ്ണൻ അടിച്ചു തീർത്തോ? എല്ലാം ഞാൻ ഡിലീറ്റും ചെയ്തു. നീ അടി. എന്നാ ഇനി വേണേ നോക്കിക്കോ. നീ അടി അടി. ഞാനും അടി. പോകാൻ പറ. നീ അങ്ങോട്ട് അടിച്ചേ. ഓക്കെ. ആ വിഷമം അങ്ങോട്ട് തീരട്ടെ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ. എന്താ? നിന്റെ പഴയ കാമുകി ഉണ്ടല്ലോ, അവളുടെ കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ കിട്ടിയത്. നീ ഇത് നോക്കി. എന്തൊക്കെയായിരുന്നു. കോട്ട് കൊടുക്കുന്നു, ഫോട്ടോ അടിക്കുന്നു, പടം വരയ്ക്കുന്നു. സാരമില്ലടാ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. നീ ഒരു കാര്യം ചെയ്യ്, ഈ മാറ്റർ അങ്ങ് അടിച്ചു പോയി. ഞാനിപ്പോ വരാം. എന്താടാ? എടാ ഫോട്ടോ ഒന്നും കാണുന്നില്ലടാ. ഫോട്ടോയോ? ഏത് ഫോട്ടോ? എടാ നമ്മളന്ന് അടിച്ചോണ്ടിരുന്നപ്പോ അയച്ച ഫോട്ടോ ഇല്ല അവളുടെ. എടാ അത് കാണുന്നില്ലേ? ശരിക്കും നോക്കിയോ? ഓ മെയിലെല്ലാം നോക്കിയടാ, അത് കാണുന്നില്ല. വിൻസെന്റ് ഗോമസ്. ഗോമസ്. ഞാൻ നോക്കട്ടെ. vincentgomez@gmail.com. 2255 എന്നിടാ. നീ അയച്ചോടാ? ഇല്ല അയക്കാം. അയക്കി. പുതിയ ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. എവിടുന്ന്? മാട്രിമോണിന്ന്. ഒന്ന് കാണിച്ചേ. പഴയ പരിപാടി ഇതൊക്കെ ഒരു ചില്ലല്ലടാ.
എങ്ങനുണ്ട്? എന്തോ ഫോണിൽ കളിച്ചിരിക്കുവാണോ? പോയി കൂളി, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എനിക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുള്ളൂ. നോക്കിയിരിക്കാനാണോ ഇവിടെ വരെ വന്നേ? അല്ല, ചേച്ചി ഒരു കത്തുണ്ട്. എന്താടി? നിനക്ക് കിട്ടിയതൊന്നും പോരായോ? എന്താ വെച്ചാ? അവള് പോയിട്ട് എത്ര ദിവസമായടാ? നീ അവളെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്തോ? നീ എന്ത് ഭർത്താവാടാ? നിനക്ക് അവളെ ഒന്ന് കാണുക പോലും വേണ്ടായോ? അച്ഛൻ എന്ത് വർത്താനായി പറയുന്നത്? ഞാൻ അന്ന് മുതൽ അവളെ കിടന്ന് വിളിക്കുന്നത്. അവളെന്റെ ഫോണൊന്നും എടുക്കുന്നില്ല. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല. അല്ല അച്ഛൻ നോക്ക്, എന്നാ നോക്ക്. അടുത്ത അവള് വരെ വിളിക്കുന്നു. നീ എടുത്തോടാ, നീ വിളിക്ക്. എനിക്കറിയാം എന്റെ മോളെ വിളിക്കാൻ. അച്ഛൻ എന്താന്ന് വെച്ചാ ചെയ്. അച്ഛനും കുറെ വിളിച്ചതല്ലേ. ഹലോ ഹലോ അച്ഛാ. മോളെ, ഞാൻ അവനെ ന്യായീകരിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ ചെറുപ്പമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ. പല പരീക്ഷണങ്ങളും ഉണ്ടാവും. ചെറിയ തെറ്റുകളൊക്കെ അങ്ങ് കണ്ടില്ലെന്നടിക്കണം. ഇതൊരു ചെറിയ തെറ്റാണോ അച്ഛാ? അവന് വേണ്ടി മോളെ കാല് ഞാൻ പിടിക്കാം. അയ്യോ അച്ഛാ. ഈ അച്ഛനെ ഓർത്തെങ്കിലും മോൾ അങ്ങ് ക്ഷമിക്കും. അയ്യോ, നിന്നെ എന്റെ സ്വന്തം മോളായിട്ടാ ഞാൻ കരുതിയത്. ഹലോ ഹലോ. ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ മോൻ്റെ കുഞ്ഞ് അവിടെ വയറ്റിലുള്ളത്. 2 ദിവസമായിട്ട് ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അവൾ പ്രഗ്നന്റ് ആണെന്ന്. അതെയോ? അവൻ ഇന്ന് തന്നെ അവളെ വന്ന് വിളിക്കും. എനിക്ക് അവളെ കാണണം. ശരി എന്നാ. എടാ, ഈ കുടുംബത്തിനൊരു അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. നീയായിട്ട് അത് കളഞ്ഞു കുളിക്കരുത്. എടാ, നിന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ കല്യാണം പോലും കഴിക്കാതെ നിനക്ക് വേണ്ടിയാ ജീവിച്ചത്. നീ അവളെയും വിളിച്ചോണ്ടല്ലാതെ ഈ വീട്ടിലോട്ട് കയറിയേക്കരുത്. ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്. എന്തുവാ അച്ഛനും മോനോടെ രാവിലെ? വന്നല്ലോ. നീയൊക്കെ കൂടെ ഉപദേശിച്ച അവളിപ്പോ അവിടെ വീട്ടിലാ. അച്ഛൻ ഒന്ന് നിർത്തച്ചാ. കുറെ കൂട്ടുകാര് എവനാ അവനെ കൊണ്ട് വഷളാക്കുന്നത്. എന്തു ആ പാട സീനാണ്. അന്ന് ആ പെണ്ണെ കൊണ്ട് റിസോർട്ടിൽ പോയില്ലേ, അതിന്റെ പേരിൽ ഒരു ഓവർ സ്പീഡിന്റെ പെറ്റി വന്ന്. അതാണ് കിട്ടിയത് അവളുടെ കയ്യിൽ. അതിനകത്താണ് എന്റെ ആ പെണ്ണിന്റെ ഫോട്ടോ. വേണം, അങ്ങനെ തന്നെ വേണം. നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോയതല്ലേ? എടാ ഒന്ന് പോടാ ഒന്ന്. എടാ, ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ പോലും എടുക്കുന്നില്ല. ഇപ്പൊ അച്ഛൻ വിളിച്ചപ്പോഴേ അറിയുന്ന അവള് പ്രഗ്നന്റ് ആന്ന്. എടാ, എനിക്ക് അവളെ കാണണോടാ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നീ സമാനപ്പെടാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് നൈസായിട്ട് ഡീൽ ചെയ്യാവുന്ന കാര്യമല്ലേ? നമുക്കൊന്ന് പോവാം. ഒരു ഫോട്ടോയുടെ കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് ഡീൽ ചെയ്യാം. നീ എന്തുവാ നീ ഒന്ന് റെഡി ആയിട്ട് വാടാ, നമുക്ക് റെഡിയാക്കാം. നീ ധൈര്യമായിട്ടിരി. അഖിലേ, എനിക്ക് എന്നോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും കേക്കണ്ട. അമ്മ പോലും ഇവിടെ ഇല്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്ക് കേക്കണ്ട. അഖിലേ, നീ എന്തിനാ ഇത്ര നിസ്സാര കാര്യത്തിന് ഇവനോട്ട് പിണങ്ങി ഇവിടെ വന്നിരിക്കുന്നേ? തെളിവ് സഹിതം ചേട്ടാ എൻ്റെ കയ്യിലുണ്ട്. എന്ത് തെളിവെന്നാ? നീ ഒരു ഫോട്ടോ കണ്ടതിന്റെ പേരിലാണോ? അത് വെറും ഒരു ഫോട്ടോയാണോ? അതിലുള്ള പെണ്ണാരാ നിനക്കറിയാവോ? അതെനിക്ക് എങ്ങനെ അറിയാം? ഇയാളോട് ചോദിക്കണം. ഇവനോട് എന്തിനാ ചോദിക്കുന്നേ? അതെന്റെ ഫ്രണ്ടാ. ഓ, രണ്ടുപേരും കൂടെ ഉള്ള കളിയാ. നിങ്ങളിപ്പോ അങ്ങനെ പലതും പറയും. രണ്ടുപേരും കൂടെ ഒത്തോണ്ട്. ഞങ്ങൾ എന്തിനാണ് ചോദിക്കുന്നേ? നിനക്ക് അന്ന് എനിക്ക് പെണ്ണ് കാണാൻ പോയ കാര്യം അറിയാമല്ലോ. അന്ന് ഞങ്ങൾ കോട്ടയത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൽ ലിഫ്റ്റ് കൊടുത്താ. ഞാനാണെ വാള് വെച്ച് വയ്യാതെ ബാക്ക് സീറ്റിൽ കിടക്കുമായിരുന്നു. അന്നത്തെ ഫോട്ടോയാണ് നീ കണ്ടത്. ആ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്ത് ബാക്ക് സീറ്റിൽ കിടക്കുന്ന എന്നെ ചിലപ്പോൾ കാണാം. എന്നാലും നിന്നെ ഇത്ര മനസ്സിലാക്കുന്ന ഇവനെ നീ സംശയിച്ചു കളഞ്ഞല്ലോ. ആണോ ചേട്ടായി? അതേടി, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ അന്ന് വിളിച്ചത്. പക്ഷെ നീ ഫോൺ പോലും ഒന്നും എടുത്തില്ലല്ലോ. ചേട്ടനറിയാലോ എൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്കാൻ പോലും നിൽക്കുന്നില്ലല്ലോ. സോറി ഏട്ടായി, ഞാനൊന്നും അറിഞ്ഞില്ല, അതുകൊണ്ടാ. സോറി. കുഴപ്പമില്ല മോളുസേ, എനിക്ക് നീയില്ല പറ്റില്ല. ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ബാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോ. ഇനിയിപ്പോ തിരക്കൊന്നുമില്ല, നമുക്കൊന്ന് കാണണ്ടേ? നാളെ നമുക്ക് ഒന്ന് വിശദമായി കണ്ടാലോ? അപ്പോൾ നാളെ ഞാൻ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് നിൽക്കാം.
സുനു, എന്റെ സുനുവിനെ കാണാൻ എന്ത് ഭംഗിയാ. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. എന്തുവാ ആദ്യമായി കാണുന്ന പോലെ? എനിക്ക് ആഹാരം തരാൻ പോലും ആരുമില്ല. ഞാൻ കൂടെ ഇല്ലേ, പിന്നെ എന്താ സങ്കടം? ഞാനൊരു ഉമ്മ തരട്ടെ? ആരേലും കാണും, വേഗം വണ്ടി വിടും. എന്തായാലും നമ്മുടെ മക്കളുടെ പ്രശ്നമൊക്കെ തീർന്നല്ലോ. സുനു, ഐ ലവ് യു. ഈ ചേട്ടന്റെ ഒരു കാര്യം. എന്റെ പൊന്നുവിനെ ഞാൻ ഒരു ഉമ്മ തരട്ടെ? ഓ വണ്ടി. ഓ പുല്ല് ഓട്ടോമാറ്റിക് എടുത്താൽ മതിയായിരുന്നു. എന്തുവാ അടുത്തിടി എങ്ങനെ വാങ്ങിക്കാമെന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണോ? നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അവിടെ പ്രിൻസ് ഉണ്ട്, അണ്ണ ഇല്ലാത്തോണ്ട് രസമില്ലാണ്. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഞാനങ്ങ് വരാവിടാ. അന്ന് ഞാൻ ഇല്ലാതായിപ്പോയി അവിടെ. ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നീ ഇതോട്ടൊരു കസരയിട്ട് ഇവിടെ വന്നിരുന്നേനെ. ആ അത് ശരിയാ. അണ്ണ എന്താ ഇവിടെ ഡാർക്ക് അടിച്ച് ഇങ്ങനെ ഇരിക്കാണോ പരിപാടി? വാ 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 വാ. അയ്യോ വേണ്ട വേണ്ട. ഇല്ലില്ല വാ. എനിക്കൊന്നത് കാലുപോലും ഇല്ല സാരമില്ല വാ. എടാ വേണ്ടാ. ഇല്ല വാ എഴുന്നേക്ക്. എടാ ഞാൻ ഷർട്ട് മാറിയിട്ട് വരാം. ഇല്ല വേണ്ട വേണ്ട, ഷർട്ടൊക്കെ ഇതൊക്കെ മതി. ഇവന്റെ ഒക്കെ അവൻ്റെ നിന്നുള്ള ഇടിയും ബാത്റൂമിലെ വീഴ്ചയും കൂടെ ആയപ്പോൾ നല്ല കുശലായല്ലേ. നമുക്ക് അവന് തിരിച്ച് പണിയണമെന്നോ? അവനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണ്ട ചേട്ടാ? നിങ്ങളുടെ കുറെ അയൽക്കാർ നിമിത്തം പഴയ പോലെ ഇപ്പൊ അതുവഴി വരാൻ പറ്റത്തില്ലല്ലോ. വല്ല റിസോർട്ടിൽ വേണോ? ഓ ഒരുത്തം പോയതിന്റെ ക്ഷീണം ഇതുവരെ. എന്തോ ചേട്ടാ? ഇത്ര വിശാലമായ നല്ല പ്രകൃതിയുള്ളപ്പം 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കേണ്ടതാണോ സുനു നമ്മുടെ സ്നേഹം? അല്ല, എനിക്കെന്റെ ചേട്ടനുണ്ടല്ലോ, എനിക്ക് ചേട്ടനെ വിശ്വാസമോ? എനിക്ക് സുനുവിനെ. ഇവിടെ വേണ്ട ചേട്ടാ. ഒരു കുഴപ്പമില്ല. നീ ആ സുനു, ആരെയും കാണിച്ചേട്ടാ, ഒന്ന് പേടിച്ചേട്ടാ. എന്താ സുനു ഒരു ആഹാ അങ്ങനാണോ? മനുഷ്യന്റെ ഒരു കൊതി. ഒന്നിരിക്കും. എന്തോടാ പരിപാടി? കുറെ നേരം ആയല്ലോ. എന്താ സുനു? എന്താ എന്തോ അമ്മ അവിടെ പരിപാടി? അത് ഞങ്ങള് വെറുതെ ഇവിടെ കാറ്റ് ഓ കാറ്റ് കാറ്റ്. ഇതാരാ? കൂട്ടുകാരിയാണോ? അല്ല, ഫാമിലി ഓ ഫാമിലി ഫ്രണ്ട്. ചോദിക്കട്ടെ മോനെ, ഉപദ്രവിക്കരുത് പ്ലീസ്. മോനെ, നിങ്ങൾക്കും ഇല്ല എന്നെ പോലെ അച്ഛനുണ്ട്, പക്ഷെ ഇമാരി പെണ്ണാണെങ്കിൽ അച്ഛൻ ഞങ്ങൾക്കില്ല. ഇവിടെ പരിപാടി എന്തുവായിരുന്നു? ഞാൻ കാല് പിടിക്കാം മോനെ. അമ്മ കുറെ നേരം ആയല്ലോ. എന്തുവായിരുന്നു കാരണത്ത്? മോനെ, ഞങ്ങൾ വെറുതെ കാറ്റ് കൊള്ളാം. എവിടെ കാറ്റ് കൊള്ളാം? താളമൊന്നും അടിക്കണ്ട, കാര്യം അവരെ വിളിച്ച മോനെ, വേണ്ട. കാല് പിടിക്കാൻ മോനെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ സംസാരിച്ച് സെറ്റ് ചെയ്ത് തരാന്ന്. അമ്മ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു. പിള്ളേരെ വിളിക്കും ഞങ്ങള്. പ്രശ്നം ഉണ്ടാക്കരുത്. വേണ്ട മോനെ, ഇങ്ങോട്ട് ഇറങ്ങി ചേച്ചി. അവിടെ നിക്ക്, പറയാം. അവിടെ നിക്ക്, പിറക്കാതെ അമ്മാവാ. അളിയത് നമ്മുടെ മറ്റേ കാറ്റുള്ള സംഭവം. കാറ്റ് കാറ്റ് അല്ല മോനെ, ഞങ്ങള് വെറുതെ ഇവിടെ അകത്തുള്ള ഐറ്റം ഉണ്ട്. നിക്ക് നിക്ക്, അവരുടെ കാണ്ടമ്മാവാ. വേണ്ട, ഞങ്ങൾ പേടിക്കണ്ട. അമ്മാന്റെ അറിയാം ഞങ്ങളെ. വേണ്ട. എടാ നമുക്കറിയാവുന്നവരാ. ഇല്ല പ്രശ്നമാക്കണ്ട. ഇല്ല ഉറപ്പാ. വീട് വീട് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ഒന്നും കടന്ന് കറങ്ങരുത് കേട്ടോ അമ്മാവോ. കുഞ്ഞമ്മേ പോവാ കേട്ടോ, കേട്ടല്ലോ. ഒന്ന് ശരി ശരിടാ. ഓക്കെ വിട്ടോ. വളരെ നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. അമ്മ വേലിയാടിയ മോളും അതിലെയാടും അല്ലേ? അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതാരാന്നാ പറഞ്ഞേ? അത് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ്റെ നമ്പർ ഒന്ന് തന്നേര്. കുറച്ച് വിശദമായിട്ട് ചിലരുടെ കാര്യങ്ങൾ പറയാനുണ്ട്.
ಒಂದಾ നമ്പർ എന്താ 9495783103. പേരെങ്ങനെയായിരുന്നു? വിൻസെന്റ്. വിൻസെന്റ് ഗോമസ്. അയച്ചടാ. അജോ എല്ലാം ഞാൻ ഡിലീറ്റും ചെയ്തു. എന്താടാ? എടാ മെയിൽ ഐ ഡി മാറിപ്പോയടാ. തോമസിന്റെ ഇസഡിന് വരെ ഞാൻ എസ്സിൽ അയച്ചത്. ഇവനൊക്കെ ഏത് സമയത്താണോ ഐഡി പറഞ്ഞു കൊടുക്കാൻ തോന്നിയത്? ഒരു കാര്യം ചെയ്, അനുഭവിച്ചു. ഇതാരാ ഇത്രയും മെയിൽ അയക്കാനായിട്ട്? മോനെ, നമുക്ക് ഈ കല്യാണം വേണോ? അതെന്താ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നേ? വേണ്ട മോനെ, നമുക്ക് ഈ കല്യാണം വേണ്ട. അച്ഛാ അതേ വെറുതെ ആവശ്യമില്ല എൻ്റെ ലൈഫ് നശിപ്പിക്കരുത്. എടാ അച്ഛാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണെ കണ്ടുപിടിച്ചറിയോ? എടാ ഞാൻ പറയട്ടെ. ഇല്ല ഈ അവസാന നിമിഷം അച്ഛാ, ഈ അവസാന നിമിഷം ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളെ തന്നെ കിടത്തുള്ളൂ. എടാ അച്ഛാ അച്ഛൻ്റെ പാട് നോക്കിപ്പോ. എടാ ഞാൻ പറയുന്നേ. ഇല്ല അച്ഛൻ പോയി അച്ഛൻ്റെ പണി നോക്ക്. എടാ ചുമ്മാ ആവശ്യമില്ല എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. കർത്താവെ, എല്ലാം കയ്യിൽ നിന്ന് പോവാണല്ലോ. ഇങ്ങോരിപ്പം എന്തിനാ വിളിക്കുന്നത്? മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞങ്ങ് നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. എന്താ ചേട്ടാ ഇപ്പം എന്താ ഉണ്ടായേ? നിന്റെ മോളും വേറൊരുത്തരുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ. അയ്യോ ചേട്ടാ, അവനിത് അറിഞ്ഞിട്ടില്ല. അയ്യോ ഈ കല്യാണം നടക്കത്തില്ല. ചേട്ടാ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ചേട്ടനെ പോലെ അന്തസ്സും ആഭിജാത്യവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളുടെ കുടുംബത്തിലേക്ക് എൻ്റെ മോളെ അയക്കാൻ ആഗ്രഹിച്ചതാണോ ഒരു തെറ്റ്? ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഭാര്യ മരിച്ചതിന് ശേഷം ചേട്ടൻ ഇവിടെ തനിച്ചല്ലേ? അതേ അവസ്ഥ തന്നെയല്ലേ എനിക്കും. അപ്പോ നമ്മുടെ മക്കളെ രണ്ടും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാലേ ചേട്ടൻ എപ്പോ വേണേലും ഇങ്ങോട്ടൊന്ന് വരുവോ, എനിക്കൊന്ന് അങ്ങോട്ട് വരുവോ ചെയ്യാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? ഇനി ചേട്ടൻ തന്നെ പറ, നടത്തണോ വേണ്ടയോ? പിള്ളേര് കാണിക്കുന്ന തെറ്റുകൾ നമ്മൾ മുതിർന്നവരല്ലേ സുനിതയെ ക്ഷമിക്കേണ്ടത്? അല്ലേ സുനിതയെ? സുനിതയല്ല, സുനു. സുനു എന്തോ പോട്ടെ, കാണാം. ചക്കരേ, എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ച് കളഞ്ഞല്ലോ. സോറി ചേട്ടായി, മോൻസ് ചേട്ടൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ എല്ലാം അറിഞ്ഞു. എന്ത് പറ്റിയേട്ടാ? ഓ ഒന്നുമില്ല. ഞാൻ പോയി ഇച്ചിരി കുഴമ്പെടുത്തിട്ട് വരട്ടെ? വേണ്ട. എന്നാലും വേണ്ട ചേട്ടായി. എന്നാലും വേണ്ടേ? ആരോ വന്നു തോന്നുന്നു. ഇവിടെ ഇരി വയറ് നോക്കിക്കോണേ. ചേട്ടൻ പോയി നോക്കിയിട്ട് വരാം. നീ എവിടെ ഇരുന്നോ? എഴുന്നേക്കണ്ട. നീ എന്താ ഇവിടെ? ചേട്ടായി, ആരാ ചേട്ടായി? ഒരു കോട്ടുവാ പ്രണയം എൻ്റെ കൂടെ വന്നു, ഈ കാറ്റിൽ നിശ്വാസമായി അലിഞ്ഞു നെഞ്ചിൽ. ശ്വാസമേ നീ എൻ നെഞ്ചിൽ, ശ്വാസമേ